ഹരേ കൃഷ്ണ. ജ്യേഷ്ഠമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് നിർജ്ജല ഏകാദശി എന്ന് പറയപ്പെടുന്നത്. ഇതിന് ഭീമസേനി ഏകാദശി എന്നും ഭീമേകാദശി എന്നും പേരുകളുണ്ട്. വേദവ്യാസന്റെ നിർദ്ദേശപ്രകാരം ഭീമസേനൻ ഈ വ്രതം അനുഷ്ഠിക്കുകയും സാഫല്യം നേടുകയും ചെയ്തു. അതിനാലാണ് ഈ പേരുണ്ടായത്. ശാസ്ത്രങ്ങൾ പറയുന്നത് ഈ ഏകാദശി വ്രതം മൂലം ദീർഘായുസ്സും കൈവല്യപ്രാപ്തിയും ഉണ്ടാകുമെന്നാണ്. ഈ ഏകാദശി ദിവസം ജലപാനം പോലും അരുത്. അങ്ങനെ ഈ ഒരു ദിവസത്തെ വ്രതം കൊണ്ട് വർഷം മുഴുവൻ 24 ഏകാദശി വ്രതം അനുഷ്ഠിച്ച ഫലം ലഭിക്കും. ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സിനെയും തികച്ചു ഈശ്വരാഭിമുഖമായി നിയന്ത്രിച്ചു നിർത്തുകയും നാമജപത്തിൽ മുഴുകുകയും വേണം. ഈ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ദ്വാദശിയിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എണീറ്റ് സ്നാനം, വിഷ്ണുപൂജ, കഴിവനുസരിച്ച് ദാനം, സജ്ജനങ്ങൾക്ക് ആഹാരം നൽകുക, ഇവ ചെയ്യണം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ വിശദമായ വീഡിയോ ചാനലിൽ അപ്ലോഡുണ്ട്, ദയവായി കാണുക. ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിർജ്ജല ഏകാദശിയുടെ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ഭീമസേനൻ വ്യാസഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ജ്യേഷ്ഠനും അർജുനനും നകുലനും സഹദേവനും അമ്മയും ദ്രൗപദിയുമെല്ലാം ഏകാദശി വ്രതം ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ട്. എന്നോടും അങ്ങനെ ചെയ്യുവാൻ പറയുന്നു. എന്നാൽ എനിക്ക് വിശപ്പ് സഹിക്കുവാൻ പറ്റുന്നില്ല. ദാനം കൊടുക്കുകയും ഭഗവാൻ വസുദേവനെ അർച്ചന നടത്തുകയും ചെയ്തു കൊള്ളാം. നിരാഹാരം കൂടാതെ ഈ വ്രതം എങ്ങനെ അനുഷ്ഠിക്കാമെന്ന് പറഞ്ഞു തരണം. വലിയ ശരീരക്ലേശം കൂടാതെ ഫലം ലഭിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. വ്യാസഭഗവാൻ മറുപടി പറഞ്ഞു, നീ സ്വർഗലോകം ഇഷ്ടപ്പെടുകയും നരകം വെറുക്കുകയും ചെയ്യുന്നുവെങ്കിൽ 2 ഏകാദശി വ്രതങ്ങളും അനുഷ്ഠിക്കണം. ഇതിന് ഭീമന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഭഗവാൻ, ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ കാര്യം നടക്കില്ല. എൻ്റെ വയറ്റിൽ അഗ്നി എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ടത്ര ഭക്ഷണം കഴിച്ചാൽ തന്നെ എൻ്റെ വിശപ്പ് ശമിക്കുന്നില്ല. അല്ലയോ ഋഷീശ്വര, അങ്ങ് ദയവ് ചെയ്ത് ഏതൊരു വ്രതം കൊണ്ട് മാത്രം എനിക്ക് മംഗളം ഭവിക്കുമെന്ന് പറഞ്ഞു തരണം. വ്യാസഭഗവാൻ, കൊള്ളാം, ജ്യേഷ്ഠത്തിലെ ഏകാദശി ജലപാനം പോലും കൂടാതെ അനുഷ്ഠിക്കുക. കുളിക്കുന്നതിലും ആചമനം നടത്തുന്നതിലും കൂടെ മാത്രം ജലം സ്വീകരിക്കാം. മറ്റ് ആഹാരങ്ങൾ തീർത്തും ഉപേക്ഷിക്കണം. അന്നം ഭക്ഷിക്കുന്നത് മൂലം വ്രതഭംഗമുണ്ടാകും. നീ ജീവിതകാലം മുഴുവൻ ഈ വ്രതം അനുഷ്ഠിക്കുക. ഇതുമൂലം നീ മുമ്പ് അനുഷ്ഠിച്ചുള്ള സകല ഏകാദശി ദിവസങ്ങളിലെ ആഹാരം കഴിച്ച പാപങ്ങളും ഇല്ലാതാവും. വ്യാസന്റെ നിർദ്ദേശപ്രകാരം ഭീമസേനൻ വളരെ ക്ലേശിച്ച് ജലപാനം കൂടാതെ ഈ വ്രതം അനുഷ്ഠിച്ചു. തൽഫലമായി